ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് തിരുസഭാ മാതാവ് സിയന്നായിലെ വിശുദ്ധ കാതറിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് പ്രകാശമായ യേശുനാഥനെ കുറിച്ചാണ് സുവിശേഷം സംസാരിക്കുന്നത്. യേശുനാഥൻ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിലും ഈ പ്രകാശമാകുന്ന യേശുനാഥനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അന്നത്തെ മനുഷ്യർ, ക്രിസ്തുവിൽ വിശ്വസിച്ച മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ പ്രകാശമായി ജീവിച്ച മനുഷ്യരായിരുന്നു. ആ അന്ധകാരപൂർണ്ണമായ ജീവിതത്തിൽ അവരൊരു പ്രകാശം പോലെ തിളങ്ങി വിളങ്ങി നിൽക്കുകയായിരുന്നു. കാരണം യോഹന്നാൻ്റെ സുവിശേഷം എഴുതുമ്പോൾ വലിയ പീഡനങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സഭയിൽ ആ പീഡനങ്ങളുടെ ഫലമായി ഒത്തിരിയധികം മനുഷ്യർ മരണത്തിലേക്ക്, അതായത് രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രക്തസാക്ഷിത്വം വഹിച്ച ഓരോ മനുഷ്യരും ഓരോ പ്രതീകമായി മാറുകയും ഒത്തിരിയധികം മനുഷ്യർ ഈ മനുഷ്യരുടെ ജീവിതത്തെ കണ്ടിട്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുകയും ചെയ്തു. അതായത് പ്രകാശം കണ്ട് പ്രകാശത്തിലേക്ക് വരുന്ന മനുഷ്യരെ പോലെ. അപ്പോൾ യേശുനാഥൻ പറഞ്ഞതുപോലെ യേശുനാഥനാകുന്ന പ്രകാശത്തെ സ്വീകരിച്ച ആ മനുഷ്യർ അന്നത്തെ പീഡനങ്ങളുടെ നടുവിലും ഒരു പ്രകാശം പോലെ മറ്റു മനുഷ്യരുടെ ജീവിതത്തെ ഇങ്ങനെ ക്രിസ്തുവിലേക്ക് കൊളുത്തി വെക്കുകയായിരുന്നു. പക്ഷേ അവിടെ വേറെ കുറേ മനുഷ്യരുണ്ടായിരുന്നു. അവരാണ് അന്ധകാരത്തിൽ ജീവിച്ചിരുന്നവർ. അതായത് മറ്റു മനുഷ്യരുടെ ജീവിതവും അവർ അന്ധകാരപൂർണ്ണമാക്കുകയായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം നിരവധി മനുഷ്യരെ കൊന്നു തള്ളിയ ഒത്തിരിയധികം മനുഷ്യർ ഈ അന്ധകാരത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ യേശുനാഥനിൽ വിശ്വസിച്ച മനുഷ്യർ ഒരു ഭാഗത്ത് പ്രകാശം പോലെ മറ്റു മനുഷ്യരുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുകയാണ്. അവർ നന്മ ചെയ്തും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തും ആ ജീവിതത്തെ അവർ ഇത്തിരി കൂടി പ്രകാശമുള്ളതാക്കി മാറ്റുമ്പോൾ വേറെ കുറേ മനുഷ്യർ അന്ധകാരമാക്കുകയാണ്. അപ്പോൾ ഇന്നും ഈ സുവിശേഷം വളരെയധികം പ്രസക്തമാണ്. ഞാൻ ജീവിതത്തിൽ മറ്റു മനുഷ്യർക്ക് പ്രകാശം നൽകുന്ന മനുഷ്യനാകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ച മനുഷ്യനാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം എന്നിലുണ്ട്. എപ്പോഴാണോ ഞാൻ ഈ മറ്റു മനുഷ്യരുടെ ജീവിതത്തെ അന്ധകാരപൂർണ്ണമാക്കുന്നത്, കഷ്ടപ്പാടുകളുടേതാക്കുന്നത്, പ്രതിസന്ധികളുടെയും പ്രത്യാശ നഷ്ടപ്പെട്ടതുമാക്കുന്നത്, അപ്പോൾ ഞാനും ഇതുപോലെ അന്ധകാരം നിറഞ്ഞ മനുഷ്യരാണ്. അപ്പോൾ ഈ സുവിശേഷം എന്നെ വിളിക്കുന്നത് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റു മനുഷ്യർക്കും പ്രകാശം നൽകുന്ന മനുഷ്യനാകാനാണ്. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ കാതറിൻ്റെ ജീവിതവും ഒരു പ്രകാശം പോലെ ജീവിച്ചൊരു ജീവിതമാണ്. പ്രത്യേകിച്ച് അവൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സഭയിൽ വലിയ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. സഭ തകർച്ചയിലേക്ക് വന്നു. സഭയുടെ യൂണിറ്റിയൊക്കെ ഇല്ലാതാകാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പാപ്പ റോമിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോയി. അങ്ങനെ ഏതാണ്ട് തകർച്ചയുടെ വക്കിലേക്ക് തിരുസഭ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാതറിന് ഇടപെടുകയാണ്. അവളുടെ വിശ്വാസ ജീവിതവും അവളുടെ വിശുദ്ധിയും പാപ്പയെ തിരികെ വത്തിക്കാനിലേക്ക്, റോമിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ സഭയുടെ യൂണിറ്റിയെ വിളക്കി ചേർത്തവളാണ്. ഇവൾ ഒരു പ്രകാശം പോലെ നിന്ന് സഭയെ ആ പ്രകാശത്തിലേക്ക് നയിച്ചവളാണ്. അവൾ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പേറിയ ഒരു വനിതയായി മാറുകയായിരുന്നു. പിന്നീട് സഭ അവളെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചതും അവളുടെ ജീവിതത്തിൽ അവൾ കൊളുത്തിവെച്ച ആ പ്രകാശത്തിൻ്റെ വിശുദ്ധി കണ്ടിട്ടാണ്. അപ്പോൾ ഈ തിരുനാളും നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിതങ്ങളിലേക്ക് പ്രകാശം നൽകുന്ന മനുഷ്യരാകാനാണ്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.